വയനാട് കോൺഗ്രസ് നേതൃത്വത്തിന് അന്ത്യശാസനവുമായി എൻ വിജയന്റെ മരുമകൾ സെപ്റ്റംബർ 30-നകം പണയത്തിൽ ആയ ആധാരം എടുത്തു നൽകണം. ഇതിന് തയ്യാറായില്ലെങ്കിൽ ഒക്ടോബർ 2 മുതൽ DCC ആസ്ഥാനത്ത് സമരം തുടങ്ങുമെന്നും പത്മജ പറഞ്ഞു. കഴിഞ്ഞ ഡിസംബറിലാണ് DCC ട്രഷററായിരുന്ന എൻ വിജയൻ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തത്. സെപ്റ്റംബർ 30 എന്നൊരു ഡേറ്റ് ഞാനും എന്റെ ഭർത്താവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കൊടുക്കുകയാണ്. സെപ്റ്റംബർ 30-നുള്ളിൽ ഞങ്ങളുടെ പട്ടയം എടുത്തു തന്നില്ല എങ്കിൽ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി മുതൽ ഞാനും എന്റെ ഫാമിലിയും നിരാഹാരം ഇരിക്കാൻ പോവുകയാണ്. സിസിയിലാണ് നീതി കിട്ടട്ടെ. ഫൈസൽ നെടുമ്പാല ചേരുന്നു. ഫൈസൽ, അവസാനത്തെ അന്ത്യശാസനമാണ് നൽകിയിരിക്കുന്നത്. ഒരു സമയവും കൊടുത്തിരിക്കുന്നു കോൺഗ്രസിന്. പത്മജ, എന്താണ് കോൺഗ്രസിനുള്ളിൽ നടക്കുന്ന ആലോചന? എന്തെങ്കിലും അനക്കമുണ്ടോ? ധന്യ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പത്മജ പറയുന്നത് നമ്മൾ കേട്ടതാണ്. അതിലൊക്കെ തന്നെ പാർട്ടിയെ ഇനി വിശ്വാസമില്ല, കോൺഗ്രസ് പാർട്ടി തങ്ങളെ വഞ്ചിച്ചു എന്ന് തീർത്തും പറയുകയായിരുന്നു പത്മജ. എന്നാൽ ഇപ്പോൾ കൃത്യമായി കൊണ്ട് ഒരു ഡേറ്റ് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെ വെല്ലുവിളിക്കുകയാണ്, അല്ലെങ്കിൽ കോൺഗ്രസിന് അന്ത്യശാസനം നൽകുന്ന രീതിയിലാണ് പത്മജ ഇന്ന് പ്രതികരിച്ചത്. ഏറ്റവും അവസാനമായി അവർ പറയുന്നത് സെപ്റ്റംബർ 30 എന്നൊരു തീയതി ഉണ്ടെങ്കിൽ ആ തീയതിക്കകം ഞങ്ങളുടെ വീടിന്റെ ആധാരവും പണയം വെച്ച ബാങ്കിൽ നിന്ന് തിരിച്ചെടുത്തു തരണം. അതല്ലെങ്കിൽ കൽപ്പറ്റയിലെ DCC ഓഫീസിന് മുമ്പിൽ നിരാഹാര സമരം ഇരിക്കുമെന്നുള്ളതാണ് അവർ പറയുന്നത്. എത്ര കാലത്തിന് എന്നുള്ളതൊന്നും അവർ പറയുന്നില്ല. എന്തായാലും കൃത്യമായിക്കൊണ്ട് തന്നെ അവരുടെ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി അങ്ങോട്ട്, അല്ലെങ്കിൽ ഈ സെപ്റ്റംബർ 30 കഴിഞ്ഞാൽ പ്രത്യക്ഷ സമരവുമായി എൻ വിജയന്റെ കുടുംബം രംഗത്തിറങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിന്റെ കോൺഗ്രസിന്റെ ഒരു നിലപാട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ടി സിദ്ദിഖ് MLA ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞതാണ്. അതായത് ടി സിദ്ദിഖ് MLA കൃത്യമായി ഡേറ്റ് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ലെങ്കിലും ഇത് കോൺഗ്രസ് പാർട്ടി ഏറ്റെടുത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ നിന്ന് പാർട്ടി ഒരിക്കലും പിന്നോട്ട് പോകില്ല. എൻ വിജയനെ പൂർണ്ണമായി കൊണ്ട് അവരെ സഹായിക്കുന്ന എല്ലാ കാര്യങ്ങളിലും പാർട്ടി ഇടപെടും, പാർട്ടി ഏറ്റെടുത്ത കാര്യമാണ് എന്നുള്ളത് തന്നെയാണ് കൃത്യമായി അവർ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബാങ്കിന്റെ നടപടികളാണ്. അതായത് നിലവിൽ ഇവരുടെ ഈ വീടിന്റെ ആധാരം പണയം വെച്ചിട്ടുള്ള ബത്തേരി അർബൻ ബാങ്കിന്റെ നടപടികളാണ്. അവർ ഇന്നലെ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് MLA ടി സിദ്ദിഖും അതുപോലെ അനിൽകുമാറും ബാങ്കിന് ഉറപ്പ് നൽകിയതാണ്. ഈ ഉറപ്പിന്റെ പശ്ചാത്തലത്തിൽ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമ നടപടികൾക്കൊന്നും തന്നെ ബാങ്ക് മുന്നോട്ട് പോകില്ല. ഇതിനൊരു സമയപരിധി കൃത്യമായി അവർ പറഞ്ഞില്ലെങ്കിലും എന്തായാലും കൃത്യമായിക്കൊണ്ട് കുറച്ചു കാലം ഇവരുടെ സാവകാശം പാർട്ടി ചോദിച്ചതനുസരിച്ച് കുടുംബത്തിന് സാവകാശം നൽകും. അതിനുശേഷം മാത്രമേ നിയമ നടപടികളിലേക്ക് കടക്കൂ എന്നുള്ളതാണ് ബാങ്ക് അധികൃതരുടെ നിലപാട്. എന്തായാലും ഇനി ഉള്ള സെപ്റ്റംബർ 30-ന് ശേഷം എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. ഇപ്പോൾ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് സെപ്റ്റംബർ 30 എന്നൊരു ഡേറ്റ് വെച്ചതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതൃത്വം അതിനു മുമ്പ് ഈ ഒരു ബാധ്യത തീർക്കുമോ എന്നുള്ള കാര്യത്തിലൊന്നും ഇപ്പോൾ വ്യക്തത വന്നിട്ടില്ല. ധന്യ. ശരി ഫൈസൽ, മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക്